അവൾ യേശുവുമായുള്ള ബന്ധത്തിൽ അവൾക്കൊരു ഒരുക്കമുണ്ടായിരുന്നു, കൊടുക്കാൻ ഒരു ഹൃദയമുണ്ടായിരുന്നു. അവൾ ഒരുങ്ങിയിരിക്കുകയാണ്. അവന് കൊടുക്കാൻ ഒരു പുതിയ സ്തുതി നിന്റെ നാവിലുണ്ടായിരുന്നോ? ഈ ഒരാഴ്ച മുഴുവൻ അധ്വാനിച്ചിട്ട് ലഭിച്ചൊരു നന്മയുമായിട്ടല്ലേ നീ ഓടി വന്നേ? കഥാവിന് കൊടുക്കാൻ ഒരു ഒരുക്കം. അവിടുത്തതായി നമ്മൾ കാണുന്നത്, ഒരുങ്ങി വന്നവൾ ഒരു തുറന്ന വാതിൽ കാണുകയാണ്. ഈ കണ്ടത് പറയാൻ അവൾ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ചെല്ലുന്നു. നമുക്കവിടെ കാണുന്നത്, പറഞ്ഞുടനെ 2 ശിഷ്യന്മാർ ഓടുകയാണ്. അപ്പോൾ യേശുവിന്റെ അടുക്കിലേക്ക് വരാൻ നിനക്കൊരു ഓട്ടം വേണം. യേശുവിന്റെ നാമത്തിലല്ല അലസതയുടെയും മടിയുടെയും ദുരാത്മാക്കൾ ജനത്തെ വിട്ട് മാറട്ടെ. യേശുവിന്റെ അടുക്കിലേക്ക് വരാൻ ഒരു ഒരുക്കം. ഇന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, കുറച്ച് വർഷമൊക്കെ ആയപ്പം നീ മടുത്തോ? അറിഞ്ഞ് വചനവും മർമ്മങ്ങളൊക്കെ കേട്ട് കേട്ട് നിനക്കിത് ഇത്രയുള്ളെന്നൊരു തോന്നലായോ? അതോ ഇന്ന് നീ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പുതിയ വ്യക്തിയെ പോലെ കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ ഒരു തിടുക്കം, ഒരുക്കം നിന്റെ മേലുണ്ടോ? എനിക്ക് പരിമിതികൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഞാൻ പങ്കുവെക്കുന്നവന് പരിമിതികളില്ല. അതുകൊണ്ട് അവനിൽ നിന്ന് വലിയത് നിങ്ങൾ പ്രതീക്ഷിക്കുക. ഞങ്ങൾക്ക് യേശുവിനെ പറഞ്ഞ് അറിയിക്കാൻ പരിമിതികളുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രസംഗം കൊണ്ട് മാത്രം യേശുവിനെ അളക്കരുത്. ഇതിനേക്കാൾ എത്ര വലിയവനാണവൻ, ഇതിനേക്കാൾ എത്ര ഉന്നതനാണവൻ. കോടാനുകോടി നിത്യത മുഴുവനും അവനെ കുറിച്ച് പാടിയാലും തീരാത്ത പാട്ടിന്റെ വർണ്ണനകളുള്ളവൻ, കോടാനുകോടി നിത്യത മുഴുവനും ഉയർത്തിയിട്ടും ആമേൻ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത പുകഴ്ചകളുള്ളവൻ. ആ കർത്താവിനെയാണ് ഇവിടെ നാം ആരാധിക്കുന്നത്. ഞാൻ പറയുന്നതിനേക്കാൾ 1000 കോടി നിത്യതയുളേക്കാൾ വലിപ്പമുണ്ട് യേശുവിന്.